എവ്രിവൺ, വെൽക്കം ബാക്ക്. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിലെത്തി വീട്ടിലെ ഗാർഡനിലേക്കൊക്കെ നോക്കിയപ്പോൾ മാഷാ അല്ലാഹ് നല്ലൊരു അടിപൊളി മേക്ക് ഓവറൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഉപ്പക്ക് ചെടികളൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതിങ്ങനെ ആക്കിയെടുത്തതിൽ ഫുൾ ക്രെഡിറ്റും ഉപ്പയ്ക്ക് തന്നെയാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ചെടിയും ഗാർഡനും ഒക്കെ ഇങ്ങനെ കാണുന്നത് നല്ലൊരു രസമല്ലേ. ഇവയിൽ പലതും അധികം വെയിൽ കൊള്ളാൻ പറ്റാത്തതാണ്. ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അധികം വെയിൽ കൊള്ളിക്കേണ്ടെന്ന് കരുതിയിട്ട് മുകളിൽ നെറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ചെടികൾക്കും വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന അളവിലൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ചില ചെടികൾക്ക് കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. കൂടിപ്പോയാൽ ചെടി വേരൊക്കെ ചീഞ്ഞ് ചെടി തന്നെ ഇല്ലാതാവും. ഞാനിപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉപ്പൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ. പിന്നെ സത്യം പറയാലോ, ഇതിൽ പല ചെടികളുടെയും പേരൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ നെറ്റിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തും പിന്നെ ഉപ്പൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചൊക്കെ പല ചെടികളുടെയും പേരും കെയറിങ്ങും ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ഏതാണ് ചെടി, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി പിന്നെ ഓരോ വീഡിയോസായിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ഒരു വീഡിയോ രാവിലെ തന്നെയാണ് എടുക്കുന്നത്. ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളെ ഈ ചെടികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇതുപോലെ തന്നെ ഞങ്ങളെ വീട്ടിൽ ഇവിടെ വെജിറ്റബിൾ തോട്ടമുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നായി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ നമ്മളെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചത് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷം, നല്ലൊരു രസമാണല്ലോ. അപ്പോൾ ചെടികളുടെ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉപ്പൻ്റെ കൂടെ കൂടി പഠിച്ച് നിങ്ങളുമായിട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനിയും ഒരുപാട് ചെടികളൊക്കെ കുഴിച്ചിട്ട് ചെടികളൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കും. വീഡിയോസൊന്നും മിസ്സാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടോ വ്ളോഗായിട്ടോ ഒക്കെ വീണ്ടും കാണാം. താങ്ക് യു.